ഈശോയാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്നേഹമുള്ള ദൈവജനമേ, പരിശുദ്ധമ്മ വാത്സല്യത്തിന്റെ അമ്മയാ, സ്നേഹം ചൊരിയുന്ന അമ്മയാ. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അമ്മ സമീപസ്ഥയാണ്. ഏതനുഗ്രഹവും ചോദിച്ചാലും അമ്മ വഴി ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, അമ്മ നഷ്ടപ്പെട്ട അനേകർ പരിശുദ്ധ അമ്മയിൽ അഭയം തേടി. വിശുദ്ധ കൊച്ചുലേസ്യ 4.5 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. കൊച്ചു ലോലാക്ക്, പിന്നീട് ജോൺ പോൾ 2 പാപ്പയായ ആ പുണ്യ വ്യക്തി. 9 വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ പിതാവും ലോലക്കും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്തെത്തി സ്വന്തം ജീവിതത്തിലേക്ക് അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് 3 വയസ്സുവരെ സംസാരശേഷി ഇല്ലായിരുന്നു. എങ്കിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത് ലഭിച്ചു. മാത്രമല്ല, 7 വയസ്സിൽ ഒരു കിരീടം അവളുടെ ശിരസിൽ അമ്മ ചാർത്തുകയുണ്ടായി. ആ ആത്മീയ അനുഭവത്തിന് ശേഷം മരണം വരെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ബ്രിജിറ്റ് അനുഭവിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നു, ഇൻ മേരീസ് ഹാൻഡ്സ് ആർ ലെയ്ഡ് ഓൾ ദ ട്രഷേഴ്സ് ഓഫ് ഗോഡ്സ് മേഴ്സി. ദൈവകരുണ അമ്മയുടെ കരങ്ങളിൽ നിക്ഷിപ്തമാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മയെ സ്വന്തമായി സ്വീകരിക്കാം. എല്ലാവരെയും അമ്മയുടെ കരങ്ങൾ പൊതിയട്ടെ. യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാരിത്തരുന്ന കരങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ.